നീ അവളെ പറ്റുമെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് പറയണം. അവളെ സ്നേഹിച്ചത് പറ്റിക്കാൻ വേണ്ടിയായിരുന്നില്ലെന്ന് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. നീ അമ്മയുടെ അടുത്ത് ചേട്ടൻ്റെ അടുത്ത് പറയണം. അല്ലാതെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. കാരണം ഇവിടെ നിയമം പെൺകുട്ടിക്കും ആൺകുട്ടിക്കും രണ്ട് തരത്തിലുള്ളതാണോ എന്നാണ് ഇപ്പോൾ ഒടുവിൽ അവസാനിക്കുന്ന ചോദ്യം. പോലീസിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അവര് പറയുന്നത് പെൺപിള്ളേർ മരിച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൺപിള്ളേർ മരിച്ചാലൊന്നും ഒന്നും നടക്കത്തില്ല എന്നാ പറയുന്നത്. നടന്നില്ലെങ്കിൽ എന്റെ മോൻ എന്ത് ചെയ്യുന്നെന്ന് പോലും എനിക്കൊരു തീർച്ചയില്ല. എനിക്ക് ഉറപ്പാടി എന്റെ മോൻ എന്റെ കൈവിട്ട് പോകും. നമസ്കാരം. പ്രണയബന്ധം തകരുമ്പോൾ പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷേ പ്രണയത്തെ തുടർന്ന് ഒരു ആൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ സമൂഹം അതിനെ എങ്ങനെ കാണും? ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോടാണ്. എൻ്റെ അടുത്ത് അജിത എന്ന് പറയുന്നൊരു ചേച്ചി സ്വന്തം മകൻ ആത്മഹത്യ ചെയ്ത കാരണം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. ആ കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിന് പിന്നിൽ ഒരു പെൺകുട്ടി തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളം വളരെയധികം ചർച്ച ചെയ്തതാണ് പാറശാലയിൽ ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള പ്രണയബന്ധവും പ്രണയ തകർച്ചയും പിന്നെ അതോടൊപ്പം തന്നെ ഷാരോണിന്റെ മരണവും. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കൊല്ലം കരിക്കോട് നിന്നും ഇത്തരത്തിലൊരു വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ഒരമ്മയാണ്. ആകാശ് എന്നാണ് ആ മകന്റെ പേര്. 23 വയസ്സായിരുന്നു പ്രായം. അവൻ ആത്മഹത്യ ചെയ്തത് അവൻ പ്രണയിക്കുന്ന പെൺകുട്ടി കാരണമാണ്. നാളെ ഉണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല. എനിക്ക് വേറെ ഒന്നും അറിയാത്തതുകൊണ്ട് നീ അവളെ പറ്റുമെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ കണ്ടിട്ട് പറയണം. അവളെ സ്നേഹിച്ചത് പറ്റിക്കാൻ വേണ്ടിയായിരുന്നില്ലെന്ന് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്. നീ അമ്മയുടെ അടുത്ത് ചേട്ടൻ്റെ അടുത്ത് പറയണം. അല്ലാതെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും 3ാമത്തെ നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഏതായാലും എന്തായിരുന്നു അതിനു മുമ്പ് സംഭവിച്ചതെന്ന് ഈ അമ്മ നമ്മളോട് പറയും. ആകാശിന്റെ അമ്മയാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. ഈ അമ്മ കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി മുതൽ ഈ നിമിഷം വരെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്നത് നമുക്കൊരിക്കലും ഒരമ്മമാർക്ക് ഇത്തരത്തിൽ സംഭവിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അമ്മ, ശരിക്കും ഈ ഫെബ്രുവരി 6-ാം തീയതി മകന് ശരിക്കും എന്താണ് ശരിക്കും അമ്മയുടെ മകന് സംഭവിച്ചത്? ഫെബ്രുവരി 4-നാണ് മോൻ, ഫെബ്രുവരി 3-നാണ് രാത്രി മോൻ എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും സംസാരിച്ച്. ആരെ കുറിച്ചായിരുന്നു പറഞ്ഞു? ഞാൻ എന്റെ മോനോട് ചോദിച്ചു, അവള് വിളിച്ചായിരുന്നോ മോനെ എന്ന് പറയുമ്പോ സ്നേഹിക്കുന്ന പെൺകുട്ടി വിളിച്ചായിരുന്നു ചോദിച്ചാൽ പറഞ്ഞ അമ്മ അവള് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, അവൾ ഈ ബന്ധം അല്ലാതെ വേറെ ബന്ധത്തിന് അവള് നിൽക്കത്തില്ല, ഓക്കെ പറഞ്ഞിട്ടുണ്ടമ്മ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് തിങ്കളാഴ്ച രാത്രി എൻ്റെ അടുത്ത് പറഞ്ഞത്. ചൊവ്വാഴ്ച എന്നെ വിളിച്ചില്ല. ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ രാവിലെ മെസ്സേജ് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞമ്മ ഡേയാണ് ഞാൻ വൈകിട്ട് വിളിക്കാന്ന് പറഞ്ഞു. 6 വരെ ഞാൻ നോക്കിയിരുന്നിട്ട് വിളിച്ചില്ല. 6:45 വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വർക്കല്ലായിരുന്നു അമ്മ, അത് കഴിഞ്ഞാൽ ഫോൺ എടുത്തത് എന്ന് പറഞ്ഞു. അത്രയും മാത്രമേ എൻ്റെ മോൻ എൻ്റെ അടുത്ത് സംസാരിച്ചോളൂ. പിന്നെ ഞാനിവിടെ TKMന്റെ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് 7 മണിക്ക് പോകണമായിരുന്നു. അങ്ങനെ ഞാൻ പോയി തിരിച്ചു വന്ന് 10 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വിളിക്കാറ്. അപ്പോൾ 10 മണി കഴിഞ്ഞ് 10:10 ആയപ്പോൾ എൻ്റെ മോനെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ മാറി ഞാൻ അരമണിക്കൂറോ ഒക്കെ വിട്ട് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ മോനെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അത് കഴിഞ്ഞ് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനെടുത്ത് ഹലോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോനെ തരണം, എൻ്റെ മോനെ എവിടെയെന്ന് ഞാൻ ചോദിച്ചു. ചേച്ചിക്ക് അറിയാമായിരുന്നു അവൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന പേടിയുണ്ടായിരുന്നു? എനിക്ക് ഇതിന് മുന്നേ ഇവളെ ഈ ഒരു കാര്യം പറയുമ്പോഴേ എനിക്കത് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുമായിട്ട് എത്ര നാളത്തെ പ്രണയം? 7 കൊല്ലത്തെ പ്രണയമായിരുന്നു. ഒരു +1 തൊട്ടുള്ള പ്രണയമായിരുന്നു ഇത്. എനിക്ക് അറിയായിരുന്നു. നമ്മളെ വീട്ടിൽ വരുമായിരുന്നു, നമ്മളായിട്ട് എന്നെ വിളിക്കുകയും അവരുടെ വീട്ടുകാർ 5 കൊല്ലം കൊണ്ട് അവരുടെ വീട്ടിൽ എൻ്റെ മോൻ കയറി ഇറങ്ങി. അവൾ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ എൻ്റെ മോനായിരുന്നു അവിടെ നിന്നതും ഒക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ അമ്മ അമ്മയുടെ ആളുകൾ ആരും ഇല്ല, ഞാനേ ഉള്ളായിരുന്നു അമ്മ എല്ലാ കാര്യത്തിനും എന്ന് ഇങ്ങനെ പറയുമായിരുന്നു. എൻ്റെ മോൻ അവള് ഇവിടെ പല പ്രാവശ്യം വരുമ്പോൾ ഞാനും എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള എൻ്റെ ഭർത്താവിന്റെ ആളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു? മാമന്റെ മോന ഈ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിലൊക്കെ വരുമായിരുന്നു? നമ്മളെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോഴൊക്കെ ഇത് എങ്ങനെയായിരുന്നു ചേച്ചി ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചോദിച്ചത് എനക്ക് മോനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവന് ഈ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനൊരു ഇതാ. അപ്പൊ അവന് പിന്മാറിയാലോ എന്നുള്ളൊരു വിഷമം കൊണ്ട് നമ്മൾ ചോദിച്ചായിരുന്നു. എൻ്റെ ഭർത്താവ് ചോദിച്ചായിരുന്നു, ഇത് പിന്മാറാനാണോ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണോ, അല്ലെങ്കിൽ ആകാശിന് ഇത് വലിയ വിഷമമാകും എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി അവളന്നേരം പറഞ്ഞത് നമുക്ക് പിന്മാറാനല്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർക്ക് ഒരുമിച്ച് ജീവിക്കാനാണോ നമ്മളോട് പറഞ്ഞത്.
പല പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ അവർ രണ്ടുപേരും പലപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയ്ക്കും തിക്കായിട്ടുള്ളൊരു ബന്ധമായിരുന്നപ്പോ നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനൊരു പിന്മാറ്റം എന്തുകൊണ്ടാണ് ഈ ഉണ്ടാവും. കുട്ടി പിന്മാറാനുള്ള സാഹചര്യം ഉണ്ടായത്? അവർക്ക് വേറെ നല്ല ബന്ധം വന്നത് ഇതിനു മുന്നേ, ഒരു കൊല്ലത്തിന് മുന്നേ എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ബന്ധം വന്നു, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ഇങ്ങനെ എനിക്കിതിപ്പോൾ വേണ്ട, ഇപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുവാണെന്ന് എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞത്. അപ്പം അന്നേ എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മ അവിടെ നിന്ന് ചെന്ന് ചോദിക്കണേ, അതിപ്പം വേണ്ട, അവൾ പറഞ്ഞിട്ട് പോയി ചോദിച്ചാൽ മതി എന്നാണ് ഞങ്ങൾക്കൊക്കെ പറഞ്ഞിരുന്നത്. മറ്റെന്തെങ്കിലും ഇവരുടെ വീട്ടുകാർ ഡിമാൻഡ് വെച്ചോ നിങ്ങൾ? ഇവരെ വീട്ടുകാർ ഡിമാൻഡ് വെച്ചില്ല. അപ്പൊ ഇവർക്ക് നല്ല ആലോചന വന്നപ്പം ഞങ്ങളെ കാട്ടിയൊക്കെ വലിയ ആളുകൾ വന്നപ്പോൾ അവള് എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞ്, നീ ഈ ഇപ്പം നിൽക്കുന്ന കടയിലെ ജോലി മതിയാക്കി നീ വേറെ നല്ലൊരു ജോലി മേടിച്ച് നീ നിന്റെ വീട് 2 നില വീടും ആക്കി വീട് 2 നിലയാക്കണം. വീട് 2 നിലയാക്കിയിട്ട് വന്ന് പെണ്ണ് ചോദിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ മോൻ ആ നിന്ന കടയിൽ നിന്ന് തന്നെ അവിടുന്ന് വന്ന് വീട്ടിൽ വന്ന് 4 മാസം നിന്ന് ഞാനും എൻ്റെ മോനും ജോലിയില്ലാതെ ഇവിടെ നിന്ന സമയമായിരുന്നു. അതൊക്കെ അത്രത്തോളം കഷ്ടപ്പെട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിങ്ങനെ എറണാകുളത്ത് കളമശ്ശേരിയിലൊരു വേക്കൻസി വന്നത്. ഇങ്ങനെ ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം എൻ്റെ മോൻ മെഷീനിസ്റ്റ് ആണ്. ചന്ദനത്തൊപ്പി ITL മെഷീനിസ്റ്റ് പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് നെല്ലിമുക്കിൽ ഒരു കടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയായിരുന്നു വർക്കിലൊക്കെ? വർക്കിലൊക്കെ നല്ല മിടുക്കനായിരുന്നു. ഞങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വർക്കായിരുന്നു എൻ്റെ മോൻ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ എക്സ്പെർട്ട് ആയിരുന്നു എല്ലാ കാര്യത്തിലും. എൻ്റെ മോൻ നല്ല ഇതായിട്ട് നിൽക്കുമായിരുന്നു. ശരിക്കും ഈ കുടുംബത്തിന് ഒരു ഞാൻ ഈ കുടുംബത്തിന് എൻ്റെ മോനെയാണ് ഞാൻ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചത്. ഞങ്ങളെ കുടുംബം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചു. അവനായിരുന്നു മാമിക്ക് ഭയങ്കര പ്രതീക്ഷ. അവനിലായിരുന്നു, അത്രയ്ക്ക് മിടുക്കനായിരുന്നു. ഒരുപാട് പ്രതീക്ഷയായിരുന്നു. കൊച്ചു പറഞ്ഞിട്ടാണ് കൊച്ചു എറണാകുളത്ത് ഈ ട്രെയിനിങ്ങിനായിട്ട് പോയത്. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് വന്നപ്പോ എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഇതെനിക്ക് എറണാകുളത്ത് നിന്ന് ഒരു വേക്കൻസി ഉണ്ട്, അമ്മ 2 കൊല്ലത്തെ ട്രെയിൻ ചെയ്യാൻ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ല, ഇനി നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ വേണം, നിങ്ങൾ ദൂരോട്ട് എൻ്റെ കണ്ണു വെട്ടിച്ചൊന്നും പോകണ്ട, എൻ്റെ കൂടെ തന്നെ നിന്നുള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിൻ്റെ കാര്യം പിന്നെ അനങ്ങിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 1 കൊല്ലത്തേക്കുള്ള കോഴ്സ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ 1 കൊല്ലത്തേക്കുള്ള എനിക്ക് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മയും മോനും എറണാകുളത്ത് കാക്കനാടാണ് താമസം. അപ്പോൾ എൻ്റെ ആങ്ങളെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പം പറഞ്ഞു, ചേച്ചി അത് നമുക്ക് നോക്കാം, എൻ്റെ കൂട്ടുകാരൻ അവിടെ അടുത്തുണ്ട്, ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വൈകിട്ട് തന്നെ അവൻ വിളിച്ച് ചോദിച്ചു. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു നല്ല കമ്പനിയാണ്, ഓക്കെ പറ, നല്ല പിന്നെ ഒരു കുഴപ്പവുമില്ല, നല്ല കമ്പനിയാണ്, അവിടെ കയറിക്കോളാൻ പറയാൻ പറ. അങ്ങനെ എൻ്റെ ആങ്ങളെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, മാമൻ വിളിച്ച് പറഞ്ഞു, മോനെ നല്ല കമ്പനിയെ പൊയ്ക്കോ, പക്ഷെ അമ്മയ്ക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇരുന്നപ്പോൾ അവിടുന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ച് പോയിട്ടൊക്കെ തിരിച്ചു വന്നു. അപ്പോൾ അവർ വിളിക്കാന്ന് പറഞ്ഞിട്ട് 1 മാസമായിട്ടും വിളിച്ചില്ല. പിന്നെ എൻ്റെ മോൻ തിരിച്ച് അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞ് 1 കൊല്ലത്തേക്കുള്ള ട്രെയിനിങ് നിർത്തി വെച്ചേക്കോ, 2 കൊല്ലത്തേക്കാണെങ്കിലുള്ളത് കയറാൻ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അമ്മയ്ക്ക് താല്പര്യമില്ല, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ വേണം എന്നാണ് പറഞ്ഞത്. അമ്മ എനിക്കൊരു ജോലിയാണ് വേണ്ടത്, എനിക്കൊരു ജോലി മേടിച്ച് എൻ്റെ ഈ ഒരു കാര്യം ഞാൻ നിറവേറ്റട്ടമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മോൻ ഇവിടെ നിന്ന് പോകുന്നത് തന്നെ. ശരിക്കും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും. ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മിക്കവാറും എൻ്റെ കാലിറക്കത്തില്ല. ഞാൻ പല ഹോസ്റ്റലുകളിൽ ജോലിക്ക് പോയാലും ഞാൻ അവിടെ മറന്നു വീഴും. അപ്പം എൻ്റെ മോനുള്ള സമയത്തൊക്കെ എനിക്ക് ഉപകാരം എൻ്റെ മോനായിരുന്നു. എന്തിനും ഏതിനും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മോനായിരുന്നു. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ മക്കൾ രണ്ടുപേരും എങ്ങും പോകണ്ട, എൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ചേച്ചിയുടെ എന്തെങ്കിലും പറയുമായിരുന്നോ ഇങ്ങനെ മകൻ? നമുക്കറിയായിരുന്നു ഈ പെൺകുട്ടിയുടെ പേര്. അപ്പം പറഞ്ഞ് അവര് തമ്മിൽ പ്രശ്നങ്ങളായി തുടങ്ങിയതിനു ശേഷം തുടങ്ങിയപ്പോഴ് ഈ കല്യാണാലോചന അവിടെ വന്നു പറഞ്ഞ് പിന്നെ മാള് വിളിച്ച് പറഞ്ഞെന്ന് മോൻ വിളിച്ച് പറഞ്ഞായിരുന്നു. ചേച്ചി അമ്മ വീട്ടിൽ നിന്ന് എല്ലാരും പേരെന്താ? മാളൂന്നാ എല്ലാരും വിളിക്കുന്നത്, നമ്മളും അങ്ങനെ തന്നെ വിളിച്ചോണ്ടിരുന്നു. അന്നേരം അവിടെ പെണ്ണ് ചോദിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ 8 പേര് ഇവിടുന്ന് പെണ്ണ് ചോദിക്കാനായിട്ട് ചെന്നു. അന്നേരമാണ് ഇവര് അമ്മ പറയുന്നത്, ഞങ്ങൾക്ക് ഇപ്പൊ ഇത് വേണ്ട, താല്പര്യമില്ലെന്ന് പറയുന്നത്. പക്ഷെ അന്നേരം ഈ പെൺകുട്ടി എല്ലാരും ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് അവിടെ ചെന്നിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവള് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ആള് പറഞ്ഞിട്ടാണ് നമ്മളവിടെ ചെന്നത്. അവിടെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞ് എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ അമ്മ ഇങ്ങനെ പറയുന്നത്. ഒരു 7 വർഷം വരെ ഇങ്ങനെ സ്നേഹമായിട്ടിരുന്നിട്ട് ഇങ്ങനെ പറയാനാണെങ്കിൽ അവന്റെ കൂടെ ഇറങ്ങി ചെല്ലാന്നാ പറഞ്ഞിരുന്നേന്നാ പറയുന്നത്. എന്നിട്ട് ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ ഈ വീട്ടുകാർ സമ്മതിച്ചെങ്കിലേ പറ്റത്തോളം എന്നുള്ള രീതിയിലാണ് മാള് പറഞ്ഞത്. പക്ഷെ ഞാൻ എൻ്റെ ഭർത്താവ് ചോദിച്ചപ്പോഴും പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാ, പിന്മാറാനല്ലെന്ന് നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ കുഞ്ഞിനെ കൗൺസിലിംഗ് ചെയ്തോ എന്തെങ്കിലും നമ്മൾ പിന്മാറ്റാനായിട്ട് നോക്കിയാൽ സംഭവിക്കില്ലായിരുന്നു.
അപ്പൊ അവക്ക് എന്തൊരു കാര്യം വന്നാലും ഏതിനും എന്റെ മോനെ വിളിക്കുന്നു. അവക്കൊരു ഇന്റർവ്യൂവിന് പോകണമെങ്കിലും അവക്കൊരു പല്ല് ഡോക്ടറെ അടുത്ത് പോകണമെങ്കിലും എന്തോത്തിന് എന്റെ മോനെയാണ് വിളിക്കുന്നത്. എന്റെ മോനെ ഇവിടുന്ന് ഇറങ്ങി പോവാ ഒരുങ്ങുമ്പോൾ ഞാൻ ചോദിക്കും എവിടെ പോകുന്ന ചോദിക്കുമ്പോൾ അവള് വിളിച്ചമ്മ അങ്ങോട്ട് പോകുമെന്ന് പറയും. ഞാൻ പറയാം അവരെ വീട്ടിലോട്ടൊന്നും പോകല്ലേ. പൈസ സഹായം ഇവള് പിന്നെ ഈ ലാബിന്റെ തന്നെ പഠിക്കാനൊക്കെ നിന്ന സമയത്തൊക്കെ ഇവള് സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ മോന്റെ കയ്യിൽ പൈസ കൊടുത്ത് ഞാൻ അവിടെയൊക്കെ വിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നാണ് അവള് പഠിച്ചതൊക്കെ. അവിടെയൊക്കെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു എന്റെ മോനെ. പൈസ കൊടുത്തയക്കുമായിരുന്നു അല്ലേ? പൈസ കൊടുത്ത് വിടുവായിരുന്നു. സ്വന്തം മകളെ പോലെ ആയിരുന്നു കണ്ടിരുന്നത്. ഞാൻ എന്റെ മോനെ അതേ രീതിയിൽ ഇപ്പോഴും എന്റെ മോൻ മരിച്ചിട്ട് എനിക്ക് അവളെ തൊട്ട് വെറുപ്പ് തോന്നാൻ എനിക്ക് ഒരു കാരണവശാലും എനിക്ക് പറ്റുന്നില്ല. കാര്യം അത്രത്തോളം ഞാൻ അവളെ അങ്ങ് സ്നേഹിച്ചു പോയി. പെണ്ണ് ചോദിക്കാൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ജോലി വേണം, അതുകൊണ്ട് ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ പോയത്. അപ്പം ഞാൻ പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന ഈ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നില്ലടി, അവൾ ഇന്നണക്കൊക്കെ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ മോൻ അതുകൊണ്ട് അത് കണ്ടുകൊണ്ടാണ് മോൻ പോയേക്കുന്നത്. ഇത് നടന്നില്ലെങ്കിൽ എൻ്റെ മോൻ എന്ത് ചെയ്യുന്നെന്ന് പോലും എനിക്കൊരു തീർച്ചയില്ല. എനിക്ക് ഉറപ്പാടി എൻ്റെ മോൻ എൻ്റെ കൈവിട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം മോൻ വ്യാഴാഴ്ച വിളിച്ച് എന്നെ രാത്രി വിളിച്ച് സംസാരിച്ച് അമ്മ അവള് വിളിച്ച് ഇതിന് പിന്മാറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോൻ വെക്ക്, അമ്മ അവളുമായിട്ട് സംസാരിക്കാം. എന്നിട്ട് എൻ്റെ മോൻ എൻ്റെ അടുത്ത് പറയുന്നത് അമ്മ അവളെ വിളിച്ച് അമ്മ ചൂടായിട്ടൊന്ന് സംസാരിക്കല്ലേ, അവളെ അമ്മ ഭീഷണിപ്പെട്ട് നിർത്തിയേക്കുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെ എൻ്റെ മോൻ്റെ അടുത്ത് അവൾ അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നത് മൊത്തം. അവളമ്മ ഭീഷണിപ്പെട്ട് നിർത്തിയേക്കുക, അതുകൊണ്ട് അമ്മ ഒന്നും പറയല്ലേ, അവളെ വിളിച്ച് അമ്മ സമാധാനിപ്പിക്കണേന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിളിച്ചിട്ട് എടുത്തില്ല. തിരിച്ചെന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു നീ മോൻ ഇത്രയും അവസ്ഥയിൽ കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോ ഈ പെൺകുട്ടി ഫോൺ വിളിച്ചിരുന്നു. കോമ സ്റ്റേജിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് സൗണ്ട് വ്യത്യാസമായിട്ട് വിളിച്ചത് നമ്മൾ സൗണ്ട് തിരിച്ച് ഫോൺ ഇരുന്ന ആള് അങ്ങോട്ട് വിളിച്ചപ്പം ഫോൺ കട്ട് ചെയ്തതാ. അപ്പൊ സൗണ്ട് വ്യത്യാസമായപ്പോഴത്തേക്ക് ഫോൺ പെൺകുട്ടിയോട് പറഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ അത് നമുക്ക് ഒന്നും അറിയത്തില്ല. ചൊവ്വാഴ്ച ഇവര് 26 മിനിറ്റ് സംസാരിച്ച ആ സംസാരത്തിൽ എന്തുവാണെന്ന് എനിക്കറിയണം. നമുക്കത് അറിയാൻ എനിക്ക് അതിനാണ് ഞാൻ പരാതികൾ കൊടുത്തത്. സൈബർ സെല്ലിൽ അവര് പറയുന്നത് ഇത് പിന്നെ ഫോണ് റെക്കോർഡാണെങ്കിൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പോലീസുകാർ പറയുന്നത്. എനിക്ക് ആ ചൊവ്വാഴ്ച അതുവരെ എൻ്റെ മോൻ ചൊവ്വാഴ്ച രാവിലെ വരെ ഹാപ്പി ആയിരുന്നു, നല്ല ചിരിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. മരിക്കുന്നതിന് തൊട്ട് മുന്നേ എൻ്റെ മോനെ അതിൻ്റെ തലേ ദിവസം എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞ് ലാബിൽ പോയി പെൺകൊച്ചിനെ കാണണേന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അന്നേരം എൻ്റെ മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞത് അമ്മ നല്ല രീതിയിൽ അവനെ പറ്റിച്ചത് മാള് ചെയ്തത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ അവൾ പറഞ്ഞെന്ന് ആ ദിവസം പറയുന്നെന്ന് അവനെ പറഞ്ഞ് നിങ്ങളെല്ലാവരും ബന്ധുക്കളും കൂടെ മനസ്സിലാക്കി അവനെ പിന്മാറ്റി തരണമെന്ന് എനിക്ക്. ഇങ്ങനെയാണ് എൻ്റെ മോനോട് മാള് പറഞ്ഞത്. അതിനുശേഷം അന്നേരം അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ എങ്ങനെ കിച്ചുവിനോട് ഇത് വിളിച്ച് പറയുന്നത്, അവനിത് കേട്ടാൽ അവൻ തകർന്നു പോത്തതേ ഉള്ളൂ. അതിനുശേഷം പിറ്റേ ദിവസമാണ് ഇവർ തമ്മിൽ ഈ ലാബിൽ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 10 തവണ കൂടുതൽ വിളിച്ച് 26 മിനിറ്റ് ഈ പെൺകുട്ടിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞിട്ട് ഇവൻ പല പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചിട്ടും ഫോൺ എടുത്തിട്ടില്ല. കൂട്ടുകാരുടെ ഫോണിൽ വിളിച്ച് ഇവിടെ ഫോണിൽ വിളിച്ച് കൂട്ടുകാർ 2 പേരെ ഫോണിൽ അവരാരും ഫോൺ എടുത്തിട്ടില്ല. അപ്പൊ അവന് പറ്റിക്കപ്പെട്ടു എന്നുള്ളത് അവന് പൂർണ്ണമായിട്ട് ആ സമയത്താണ്. അതുവരെ ഞങ്ങൾക്ക് പറയുന്നത് മാള് വരെ വീട്ടിൽ പറഞ്ഞേക്കുന്നത് എനിക്ക് മറ്റൊരു വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമെന്നാണ്. അപ്പം ലാസ്റ്റ് അത് നടത്തി തരുമെന്നാ മോനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഇവള് ഇങ്ങനെയും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് അവന്റെ ആ ഇതങ്ങ് വിട്ടുപോയി. അവള് അച്ഛൻ മരിച്ച സമയത്തൊക്കെ അവളെ ആങ്ങളക്ക് ചേട്ടന് ജോലി ഇല്ലാതെ ഭയങ്കര കഷ്ടപ്പാടാന്നൊക്കെ ഇങ്ങനെ വിളിച്ച് എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ വന്ന് അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ചേട്ടനായിട്ടാണ് അവിടെ ബീച്ച് റോഡിൻ്റെ അടുത്ത് ഒരു ടയർ കടയിൽ ജോലി മേടിച്ചു കൊടുത്തു. അങ്ങനെ 7 മാസം അവിടെ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന് ഗൾഫിൽ പോകാനുള്ള എല്ലാം ശരിയായി. അവൻ ഗൾഫിൽ പോയിട്ട് 8 മാസമേ ആവുന്നുള്ളൂ. ശരിക്കും ചേച്ചി ഇവിടെ ഈ മക്കളുമായിട്ട് ചേച്ചി ഭർത്താവ് എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 13 കൊല്ലമായി. ഈ മക്കളുമായിട്ട് ഞാൻ എൻ്റെ മക്കളെ ഞാൻ കമ്പനികളെ അന്ത്യപ്രസിലും പോയി അവിടെ ഇവിടെയും പോയി ഓടി കിടന്ന് ഒരിടത്തില്ലെങ്കിൽ ഒരിടത്ത് ഓടി കിടന്ന് ജോലി ചെയ്താണ് എൻ്റെ 2 മക്കളെയും ഞാൻ ഈ ഒരു പരുവെത്തിച്ച് എൻ്റെ മക്കളിൽ നിന്ന് ഒരു സന്തോഷം എനിക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. എൻ്റെ ഇളയ മോനിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എനിക്ക് കിട്ടിയിരുന്നത്. എൻ്റെ മൂത്ത ആളിനെയും കൂടെ അവൻ വീടിന്റെ ഒരു വലിയ അത്താണി തന്നെ ആയിരുന്നു അല്ലേ. എൻ്റെ മൂത്ത മോൻ്റെ ഒരു ഇതും കൂടെ അങ്ങ് പോയത്. അവൻ പറയുന്നത് എൻ്റെ അമ്മ പാതി ജീവനല്ലേ പോയതെന്നാണ്. അവനും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവന് ഏത് സമയം കരച്ചിലും മേളവും ഇതിനകത്ത് നടക്കും മൊത്തം. ഞാനില്ലേലും അവർ 2 പേരും കൂട്ടുകാരെ കണക്ക് ഒരു അടിയില്ല, വഴക്കില്ല, എന്തുണ്ടെങ്കിലും അവർ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു.
പക്ഷെ ഈ സംഭവം നടന്നപ്പോ ഒന്ന് ചേട്ടനെ ഒന്ന് വിളിച്ചെങ്കിലും അല്ലേ? ഞങ്ങൾ വിളിച്ചിരുന്നു. ഞങ്ങൾ അവരെ വീട്ടിൽ പോയി ഇത് ചോദിച്ചപ്പോൾ അവർ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഉടനെ എൻ്റെ ആളുകളെല്ലാം മാറി തന്നു. എൻ്റെ മോനെ വിളിച്ച് നീ വന്ന് അമ്മയുടെ കൂടെ ഒരാഴ്ച വന്ന് നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്നുണ്ട്, ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് വരുവോ, വന്ന് അമ്മയുടെ കൂടെ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരെയും സമാധാനിപ്പിച്ച്. അപ്പോൾ എൻ്റെ മാമൻ്റെ മോനും അവിടെ എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. അപ്പം മാമൻ്റെ മോൻ എൻ്റെ കൂടെ അവരെ വീട്ടിൽ പെണ്ണ് ചോദിക്കാൻ വന്നായിരുന്നു. അപ്പോൾ അതുവഴി എറണാകുളത്ത് പോയി മോനെ വിളിപ്പിച്ച് സംസാരിച്ച് അന്ന് അവൻ്റെ കൂടെ റൂമിൽ കിടത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. എന്നെ പറഞ്ഞു ഇല്ല പാപ്പ ഞാനൊന്നും ചെയ്യത്തില്ല, ഞാനൊരു ജോലി പഠിക്കാനല്ലേ വന്നത്, എനിക്കൊരു ജോലിയാണ് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരെയും അവ സമാധാനിപ്പിച്ച് നിർത്തി. പക്ഷേ ഈ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് എന്ത് നടന്നു നമുക്ക്. അപ്പം മൂത്താളും പറഞ്ഞു നീ അവിടെ അമ്മയുടെ കൺമുമ്പിലല്ല നീ നിൽക്കുന്നത്, നീ കയറി വന്നു പറഞ്ഞപ്പോൾ ഇല്ല ഞാനൊന്നും ചെയ്യത്തില്ല, ഇയാൾക്ക് തോന്നുന്നുണ്ടോ ഞാനിങ്ങനെ എന്തെങ്കിലും കടുങ്ക ചെയ്യുമെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് എൻ്റെ മൂത്ത മോനും അവൻ ധൈര്യം കൊടുത്തു. എല്ലാവർക്കും ആ ചൊവ്വാഴ്ച വരെയും വിളിച്ച് സംസാരിച്ചിട്ടെല്ലാം അവൻ ധൈര്യം കൊടുത്തു. ഞാൻ വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ വരും, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞു. അവനൊരു ജോലിയാണ് വേണ്ടത്. അത് കേട്ടപ്പോൾ ഉള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ വെള്ളിയാഴ്ച വരട്ടെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പറഞ്ഞ് വെച്ചിരുന്നു. പക്ഷെ ഒത്തിരി ആ തിങ്കളാഴ്ച അവളെ അമ്മയെ വിളിച്ച് എൻ്റെ മോൻ സംസാരിച്ചിട്ടുണ്ട്. അവളെ അമ്മ എന്താ ഭീഷണിപ്പെടുത്തുന്നത് എന്താ എനിക്കറിയത്തില്ല. ഒത്തിരി ആങ്ങളയ്ക്ക് വോയിസ് ഇട്ടെന്ന് എൻ്റെ മോൻ പറഞ്ഞു. പക്ഷെ അതിന് റിപ്ലൈ ഒന്നും തന്നില്ല. മോൻ കോമ സ്റ്റേജിൽ കിടന്നപ്പോൾ അതിൻ്റെ റിപ്ലൈ തിരിച്ചിട്ടപ്പം അവിടെ ആ ഹോസ്പിറ്റലിൽ നിന്നവർ തിരിച്ച് അങ്ങോട്ട് ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ അവൻ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ചെയ്തത്. ഇപ്പൊ നിലവിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ എല്ലായിടവും പിന്നെ SP ഓഫീസിൽ പരാതി കൊടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രിയുടെ പേപ്പർ ACPക്ക് വന്ന് അങ്ങനെ അവിടെ വിളിപ്പിച്ച് സംസാരിച്ചപ്പം പറഞ്ഞു മോൻ ഇത് കളമശ്ശേരിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങളെ മുമ്പിൽ വെച്ച് തന്നെ പിന്നെ തൃക്കാക്കര ACP ആയിട്ട് സംസാരിച്ചു. അപ്പം ഞങ്ങൾ അവിടെ ചെല്ലാൻ പറഞ്ഞു. ചെന്നതിൻ്റെ അന്ന് സാറിനെ കണ്ടില്ല. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ സാറിനെ കണ്ട് സാറ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പിന്നെ പ്രേരണ കുറ്റമാണെങ്കിലും നമുക്ക് എന്തെന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഞാൻ അവിടെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് ഞങ്ങൾ കൊടുത്തു. ഫെബ്രുവരി 24-നാണ് ഞങ്ങളത് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സാറേ അവരെ വിളിപ്പിക്കുമ്പോൾ ഞങ്ങളെ വിളിപ്പിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അവരെ വിളിപ്പിച്ച് കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് 2 കൂട്ടരെയും കൂടെ വിളിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഒരു അനക്കവും ഒന്നുമില്ല, എങ്ങൊന്നും വിളിച്ചിട്ടുമില്ല. എങ്ങനെയാണ് ഈ വിഷയത്തിൽ പോലീസിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? പോലീസിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അവർ പറയുന്നത് പെൺപിള്ളേർ മരിച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൺപിള്ളേർ മരിച്ചാലൊന്നും ഒന്നും നടക്കത്തില്ല എന്നാ പറയുന്നത്. അപ്പം ഞങ്ങൾ എന്നിട്ട് ചോദിക്കുകയും ചെയ്തു സാറേ പെൺപിള്ളേരെയും ആൺപിള്ളേരെയും ഞങ്ങൾ ഒരേ കണക്കല്ലേ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത്, അപ്പം എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ഞങ്ങൾ ചോദിക്കുകയും ചെയ്തു. വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. കാരണം ഇവിടെ നിയമം പെൺകുട്ടിക്കും ആൺകുട്ടിക്കും 2 തരത്തിലുള്ളതാണോ എന്നാണ് ഇപ്പോൾ ഒടുവിൽ അവസാനിക്കുന്ന ചോദ്യം. ആ അമ്മ പറഞ്ഞത് പ്രകാരം പോലീസിന്റെ ഇവരോടുള്ള ഒരു മറുപടിയും അല്ലെങ്കിൽ പോലീസിന്റെ ഒരു സമീപനം ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു പെൺകുട്ടിയുടെ കേസാണ് ഇത്തരമെങ്കിൽ അവർ കാര്യമായിട്ട് അന്വേഷിക്കും, ഇതൊരു ആൺകുട്ടിയുടെ ആയതുകൊണ്ട് അവർക്ക് അന്വേഷിക്കാൻ ഒത്തിരി സാവകാശം ചോദിക്കുന്നത് പോലെയാണ് നമുക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഇവിടെ 2 തരത്തിലുള്ള നീതിയാണോ ഈ വിഷയത്തിൽ നടപ്പിലാക്കേണ്ടത്? ക്യാമറമാൻ അൻഷാദിനൊപ്പം